ഉണ്ണിയുടെ ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ട മസ്റ്റ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയായിരിക്കണം. ഇറ്റ്സ് എ ബേസിക് റിക്വയർമെൻ്റ് ആണ്. പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഓർത്തഡോക്സ് ആണ്. ലൈക്ക് എനിക്ക് എൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ എൻ്റെ കൾച്ചറൽ തിങ്സ് ഇതൊക്കെ വീട്ടിൽ നടക്കുന്ന ഒരു നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ അതിനോടൊരു രുചി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഐ എം ക്വൈറ്റ് ഓപ്പൺ. ഐ എം കുറച്ച് മോഡേൺ ആയിട്ട്. ഇറ്റ്സ് എ ബ്ലെൻഡ്. ഇപ്പോഴത്തെ അങ്ങനെ ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇതൊക്കെ എങ്ങനെ രാവിലെ നേരത്തെ എണീക്കണമെന്നല്ല, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി എണീക്കും. എണീക്കണം, പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സോ പിന്നെന്ന് വെച്ചാൽ ഇറ്റ് ബി ഗ്രേറ്റ്. ഷീസ് ഫണ്ണി. അങ്ങനെ എന്തെങ്കിലും തമാശകളോ അല്ലെങ്കിൽ മ്യൂസിക്കിനോട് താല്പര്യമുള്ള ഒരാളായിരിക്കണം. സ്പോർട്സ് അങ്ങനെ. പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല. ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് വെറുതെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. ഇറ്റ്സ് ലൈക്ക് ഓക്യുപ്പൈഡായ മൈൻഡാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ പ്രൊഫഷൻ്റെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കി നന്നായിരിക്കും. ഷീ വുഡ് ബി വർക്കിംഗ്. ഇറ്റ്സ് ഓൾ വെരി നീണ്ട മൂക്ക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നീണ്ട മൂക്ക് അറിയില്ല. ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് എനിക്ക് എപ്പോഴും ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഭയങ്കര ഷാർപ്പായിട്ട് തോന്നാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ. എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കില്ല. എന്നാലും പിന്നെ ബി ലൈക്ക് ഫണ്ണാണ്, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ലൈഫ് ഷുഡ് ബി ലൈക്ക് ഹാപ്പി, അത്രയേ ഉള്ളൂ. ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ഇതൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾ ലൈക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടായാൽ ഓൾവേസ് ഗുഡ്. ലൈക്ക് ഭയങ്കര സെൽഫ് സെൻട്രിക് ആയ ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ലൈക്ക് ഷുഡ് ബി ഓപ്പൺ ടു ഓൾ.